പെൺകുട്ടിയെ പീഡിപ്പിച്ച വൈദികനെ രക്ഷിക്കാൻ ശ്രമിച്ച വയനാട് ശിശുക്ഷേമ സമിതി ആദിവാസികളെ ദ്രോഹിക്കാൻ അമിത താൽപര്യം കാട്ടിയെന്ന് പരാതി. ഗോത്രാചാരപ്രകാരം വിവാഹം കഴിച്ച 12-ലധികം പേർക്കെതിരെയാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. ഫാദർ ജോസഫ് തേരകം അധ്യക്ഷനായിരുന്ന ശിശുക്ഷേമ സമിതിയാണ് കേസെടുക്കാൻ മുൻകൈ സ്വീകരിച്ചത്. അമ്പലവയൽ കുമ്പളേരി അയ്യപ്പമൂല കോളനിയിലെ ഗോത്രാചാരപ്രകാരം വിവാഹിതനായ ബാബുവിന്റെ ഭാര്യയാണിത്. വിവാഹശേഷം ഗർഭിണിയായ പെൺകുട്ടിയുമായി പരിശോധനകൾക്കായി ആശുപത്രിയിൽ ചെന്നപ്പോൾ പ്രായപൂർത്തിയായില്ലെന്ന കാരണം പറഞ്ഞ് ആശുപത്രി അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചു. പരാതിയിൽ ബാബുവിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. ബലാത്സംഗം അടക്കം നിരവധി വകുപ്പുകളും ചുമത്തി. 1 വർഷത്തെ വിചാരണ തടവിന് ശേഷം ബാബുവിനെ വയനാട് പോക്സോ കോടതി 40 വർഷത്തേക്ക് ശിക്ഷിച്ചു. ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലും ഈ ആദിവാസി യുവാവിന് കഴിഞ്ഞിട്ടില്ല. വക്കീല് ചോദിച്ച് ഇത് ബാബുവിൻ്റെ കുട്ടിയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ, പക്ഷെ അവനെ ശിക്ഷിക്കണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അവരങ്ങോട്ടൊന്നും മൈൻഡാക്കിയില്ല. പിന്നെ കോടതിയിൽ പോയപ്പോൾ കുട്ടീനൊന്ന് നോക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. അവളെ പിന്നെ ഇനി ആര് നോക്കും? അവനൊന്ന് വേഗം ഇറക്കി വിട്ട് തന്നാൽ മതി. അച്ഛനായ ഇടയ്ക്ക് ചിലപ്പോൾ പണി കിട്ടും. ആ പണി കൂലിയെടുത്തായിരിക്കും ചിലവ് കഴിയാണ്. നിയമം സംബന്ധിച്ചുള്ള ആദിവാസികളുടെ അറിവില്ലായ്മയാണ് സംഭവങ്ങൾക്ക് കാരണമെന്ന് ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അറസ്റ്റും ജയിലും ബോധവൽക്കരണത്തിന്റെ ഭാഗമെന്നായിരുന്നു അന്നത്തെ CWC ചെയർമാൻ ഫാദർ ജോസഫ് തേരകത്തിന്റെ പ്രതികരണം. ഇതേ ചെയർമാൻ തന്നെ കൊട്ടിയൂർ ബലാത്സംഗ കേസിലെ കുട്ടിയുടെ കാര്യം മറച്ചുവെക്കാനും ശ്രമിച്ചു. പീഡനത്തിന് ഇരയാകുന്ന ആദിവാസി കുട്ടികളെ നിർഭയയിൽ പാർപ്പിക്കണമെന്ന ശാഠ്യവും തേരകം കാണിച്ചിരുന്നു. ബാബുവിന്റെ ജാമ്യഹർജി 1 വർഷമായി ഹൈക്കോടതിയിൽ തീരുമാനമാകാതെ കിടക്കുകയാണ്. സമാനമായ രീതിയിൽ 3 ആദിവാസികൾക്ക് ശിക്ഷ ലഭിച്ചപ്പോൾ 9 കേസുകളിൽ വിചാരണ നടക്കുന്നു. ന്യൂസ് 18 വയനാട്.